ഹായ് ഓൾ, ഒരിക്കൽ കൂടി സ്വാഗതം അടുത്ത വീഡിയോയിലോട്ട്. ഇതിൽ നമ്മളിപ്പം കഴിഞ്ഞ പ്രാവശ്യം ഇതിൽ AI ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഈ ടൂള് നമുക്ക് ഫർണിച്ചർ സെറ്റ് ചെയ്യാമെന്ന് നോക്കി അല്ലേ. അതുപോലെ തന്നെ ഈ ഫർണിച്ചേഴ്സൊക്കെ നമുക്ക് മാറ്റണമെങ്കിൽ മാറ്റട്ടെ. അതുപോലെ തന്നെ ഇവിടെ ഇതിൻ്റെ ഓപ്ഷൻസോ കാര്യങ്ങളോ ടൈപ്പ് ഓഫ് ഇതൊക്കെ മാറ്റണമെങ്കിൽ നമുക്ക് ഇതിലൊക്കെ ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അല്ലാതെ അത് അവിടെ AI ചെയ്തു എന്ന് വെച്ചിട്ട് നമുക്ക് അത് തന്നെ ഫിക്സ് ആക്കി വെക്കണം അങ്ങനൊന്നുമില്ല. അത് മാറ്റണമെങ്കിൽ മാറ്റാം. കാർപ്പറ്റിൻ്റെ ഇത് മാറ്റണമെങ്കിൽ ഇത് ചെയ്യാം. റഗ്സ്, കാർപ്പറ്റ് അതിൻ്റെയൊക്കെ മാറ്റാം. ബെഡ് ആണെങ്കിൽ ബെഡ് മാറ്റാം. ടൈപ്പ് ഓഫ് ബെഡ് നമുക്കിത് വേണ്ടെങ്കിൽ ഇത് ചെയ്യാം. അതൊക്കെ ഇതിൽ ചെയ്യാം. പിന്നെ ഇനി അന്ന് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇനി ഇതിനൊരു സീലിംഗ് AI വെച്ചിട്ട് സീലിംഗ് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ അതും ഇതുപോലെ തന്നെ. അപ്പോൾ നമ്മൾ ഇവിടെ AI ടെംപ്ലേറ്റ് ഉണ്ട്. ഇതെടുത്ത് കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് ഈ ഒരു ലിവിങ് റൂമിനാണ് സീലിംഗ് വേണ്ടത്. ഓക്കെ, കൺഫേം. അപ്പോൾ ഇതുപോലെ തന്നെ ഇവിടെ ഓക്കെ. ഇനിയിപ്പോൾ AI നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ സീലിംഗ് ചെയ്യുന്ന. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു ഓപ്ഷൻ എടുത്തിട്ടുണ്ട്. ഇതിൽ കുറേ ഓപ്ഷൻസ്, പല ഓപ്ഷൻസും കാണട്ടോ. എങ്ങനെ നമുക്ക് സീലിങ്ങിൻ്റെ കണ്ടല്ലേ, സീലിംഗ് ഏത് ഓപ്ഷൻസാണ് വേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഇതെടുത്ത് അപ്ലൈ. ഇത് കാണാം, സീലിംഗ് അതേപോലെ മാച്ച് ആക്കിയിട്ട് അപ്ലൈ ചെയ്തിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ലെവൽസ് വ്യത്യാസമുണ്ട്. ഓരോ സീലിംഗ് പ്ലാൻ എടുത്താൽ ഉണ്ടോ, ഇപ്പോൾ പ്രൊഡ്യൂട്ടിങ് 300, 300, 300 അങ്ങനെ ഓരോ 50. എഡിറ്റിൽ പോയി ഇതിനെ എഡിറ്റും ചെയ്യാട്ടോ വേണമെങ്കിൽ. സീലിംഗ് എഡിറ്ററിൽ പോയാൽ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഇപ്പോൾ നമുക്ക് ഈ മെറ്റീരിയൽ മാറ്റി കൊടുക്കണമെങ്കിൽ, അതുപോലെ ഇതിൻ്റെ കോവ് ആഡ് ചെയ്യണമെങ്കിൽ, ലൈറ്റ്സ് ആഡ് ചെയ്യണമെങ്കിൽ, അതൊക്കെ ഇനി എക്സ്ട്രാ ചെയ്യണമെങ്കിൽ ചെയ്യാം. അതിൽ ഓൾറെഡി ലൈറ്റൊക്കെ ആ ഒരു ഓപ്ഷൻസ് വെച്ചിട്ടുള്ളതിലുണ്ട്. നമ്മൾ ലൈറ്റിംഗ് ഉണ്ടെങ്കിൽ ഇതുണ്ട, സ്ട്രിപ്പ് വേണമെങ്കിൽ ട്രാക്ക് ലൈറ്റ്, സ്പോട്ട് ലൈറ്റ് വേണമെങ്കിൽ സ്പോട്ട് ലൈറ്റ്സുകൾ മാത്രം. അതുപോലെ ഇതിൽ നമുക്ക് MEP എക്യുപ്മെൻറ്റ്സ് വേണമെങ്കിൽ അതുണ്ട്. അപ്ലയൻസസ് ഉണ്ടാവും, ഫാന്, സീലിങ്ങിൻ്റെത്, അങ്ങനത്തെ ഒക്കെ പല സംഭവങ്ങളും ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. AC ഗ്രില്ല് വേണമെങ്കിൽ ചെയ്യാം. MEP എക്യുപ്മെൻറ്റ്സ്, വാൾ ഫാൻസ് എല്ലാം ഉണ്ട് ഇതിൽ. എക്സോസ്റ്റ് ഫാനുകൾ, ക്യാമറാസ്, അതൊക്കെ നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. സ്മോക്ക് ഡിറ്റക്ടേഴ്സ് ഒക്കെ ഉണ്ട്. മെറ്റീരിയൽ മാറ്റാം. അതാണ് AI ഉപയോഗിച്ചിട്ടുള്ള സീലിംഗ് എങ്ങനെ ചെയ്യാമെന്ന്. ഇത് മാനുവലും ചെയ്യാം, നമുക്ക് AI ആയിട്ടും ചെയ്യാം. അതുപോലെ തന്നെ ഇതിനെ ഇമേജ് ജനറേറ്റർ ചെയ്യാം. ഈ ഇമേജ് ജനറേറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ത്രീ ഓപ്ഷൻസോ ഇൻറ്റീരിയറോ അതൊക്കെ ചെയ്യാനുള്ളതാണ്. നമ്മൾ ഫർണിച്ചർ വെച്ചിട്ടില്ല. ഫർണിച്ചറൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഇതാണ്. ഇത് ബെഡ്റൂമിൻ്റെ 3D ആണ്. ഇതിനൊക്കെ റെൻഡർ ചെയ്തെടുക്കാം. ടൈപ്പ് ഓഫ് റെൻഡർ സ്റ്റൈൽ ഉപയോഗിച്ചിട്ട് റെൻഡർ ചെയ്യാം. അതിൻ്റെ ലൈറ്റിങ് കൊടുക്കാം. ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. അപ്പം അതാണ് ഈ വീഡിയോയിൽ ഉദ്ദേശിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ ചെയ്യുക. ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ
താങ്ക് യു. See you with the next video.